ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്ക് ട്വിസ്റ്റുകളുടെ പെരുമഴയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംഭവിക്കാനിരിക്കുന്നത് എന്നതിന്റെ പ്രധാന സൂചനയാകുന്നു NDA പാളയത്തിലേക്കുള്ള 2020യുടെ കടന്നുവരവ്. LDFനോടും UDFനോടും പൊരുതി നിന്ന 2020 മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവിക്ക് BJPയുടെ തണൽ തേടുകയാണ്. ഇന്നത്തെ പ്രൈം സ്റ്റോറി ട്വിസ്റ്റ് അടിച്ച 2020. കാര്യമായി ഒരു വാർത്തയും പുറത്തുവിടാതെയായിരുന്നു 2020 BJP സഖ്യ ചർച്ചകൾ നടന്നത്. 2020 അധ്യക്ഷൻ സാബു ജേക്കബിനൊപ്പം മാധ്യമങ്ങളെ കണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് മുന്നണി പ്രവേശം പ്രഖ്യാപിച്ചത്. നാളെ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 2020 NDAയുടെ ഭാഗമാകും. നടന്ന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഈ ഇലക്ഷൻ വരാൻ പോകുന്നു. ഇതൊരു നിർണായകമായ ഇലക്ഷനാണ്. നമ്മൾ എത്രയോ തവണ ഈ UDFും LDFനും മാറി മാറി ഭരിച്ച വിവാദ രാഷ്ട്രീയം കണ്ടതാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ NDAക്ക് നിർണായകമായ ഒരു പിന്തുണ ജനങ്ങൾ തരും. NDA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് ജനങ്ങൾ പിന്തുണ തരും എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വാസം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. NDAയിൽ പങ്കാളിയാകുന്നതിന് സാബു എം ജേക്കബിന് കൃത്യമായ കാരണമുണ്ട്. LDFും UDFും കട്ടുമുടിച്ചതിൽ മനമെടുത്താണ് താൻ പുതിയ പാർട്ടി ഉണ്ടാക്കിയത്. ഒറ്റയ്ക്ക് നിന്നാൽ വികസനം എന്ന വലിയ ലക്ഷ്യം നേടുക പ്രയാസമാണ് എന്ന തിരിച്ചറിവിലും വികസന കാര്യത്തിൽ ആശയപരമായി ചേർന്ന് നിൽക്കുന്ന പാർട്ടി ആയതുകൊണ്ടുമാണ് NDAയ്ക്കൊപ്പം ചേർന്നത് എന്ന് പറയുന്നു സാബു ജേക്കബ്. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഈ കേരളത്തെ മാറ്റിയെടുക്കുക, വികസനം പൂർത്തിയാക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്ന ആ ഒരു ലക്ഷ്യം എത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. രണ്ട്, ഞങ്ങളെ ഈ മണ്ണിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന് LDFും UDFും 25 പാർട്ടിക്കാർ തീരുമാനിച്ചപ്പോൾ അതിന് തടയിടണം, അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരണം, അതിന് പകരം വീട്ടണമെന്നുള്ളൊരു വാശി കൂടിയാണ് ഞങ്ങൾക്കതിപ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടനെ ഒരു തീരുമാനം ഇക്കാര്യത്തിലേക്ക് ഞങ്ങൾ എടുത്തത്. BJPക്കൊപ്പം 2020 ചേരുമ്പോൾ പ്രതീക്ഷിക്കാവുന്നത് എന്ത് രാഷ്ട്രീയ മാറ്റമാണ്? പ്രശാന്ത് കൃഷ്ണ പറയും കൂടുതൽ പ്രതികരണങ്ങളുമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ പുതിയ ഗോൾ BJPയുടെ വകയാണ്. ഒരു പതിറ്റാണ്ട് മുൻപ് എറണാകുളത്തെ കിഴക്കമ്പലം മേഖലയിൽ വ്യവസായി സാബു ജേക്കബ് തുടങ്ങിയ 2020 എന്ന രാഷ്ട്രീയ പാർട്ടി BJP ചേരിയിലെത്തി. ഒരു മുന്നണിയിലും പെടാതെ സ്വതന്ത്ര രാഷ്ട്രീയ പാർട്ടിയായി വികസനവും ക്ഷേമപ്രവർത്തനവും ഉയർത്തിയ 2020 നാടകീയമായാണ് NDAയിലെത്തിയത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാബു ജേക്കബുമായി നടത്തിയ ചർച്ചയിലാണ് NDAയിൽ ചേരാൻ തീരുമാനിച്ചത്. നിലനിൽപ്പിന് വേണ്ടിയാണ് NDAയിൽ ചേർന്നതെന്ന് 2020യുടെ പ്രഖ്യാപനം. ഇതോടൊപ്പം തന്നെ BJPയുടെ വികസന കാഴ്ചപ്പാട് സ്വീകരിച്ചാണ് മുന്നണിയിലെത്തിയതെന്നും വിശദീകരണം. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ആ ഒരു ലക്ഷ്യം എത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. രണ്ട്, ഞങ്ങളെ ഈ മണ്ണിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന് LDFും UDFും 25 പാർട്ടിക്കാർ തീരുമാനിച്ചപ്പോൾ അതിന് പകരം വീട്ടണമെന്നുള്ളൊരു വാശി കൂടിയാണ് ഞങ്ങൾക്കതിപ്പോൾ. 2020യുടെ UDF മുന്നണി പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു. സാബു ജേക്കബ് പരോക്ഷമായി അത് സമ്മതിക്കുന്നുണ്ട്. UDFുമായി ഈ ഘട്ടത്തിൽ ഈ തവണ ചർച്ച നടന്നിരുന്നു. അതിനൊന്നും ഇനി പ്രസക്തിയില്ല. കാരണം അത് യാഥാർത്ഥ്യമാകാതെ കൊണ്ടാണോ ഇപ്പോൾ ഇതിലേക്ക്? യാഥാർത്ഥ്യമാകുക എന്നുള്ളതല്ലല്ലോ, ഞങ്ങളുടെ ചില ആശയങ്ങളുമായിട്ട് യോജിക്കുന്ന ആളുകളായിരിക്കണമല്ലോ. 2020യുടെ ശക്തിയല്ല BJP മാനദണ്ഡമാക്കിയതെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിശദീകരിക്കുകയാണ്. വികസന കാഴ്ചപ്പാടുള്ളവർ BJPയുടെ വികസിത കേരള മുദ്രാവാക്യവുമായി സഹകരിക്കുന്നു എന്ന സന്ദേശം നൽകാനാണ് ഈ മുന്നണി പ്രവേശമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. അല്ല, ഇത് അങ്ങനെ പൊളിറ്റിക്കൽ അരിത്മെറ്റിക്കും കണക്ക് അങ്ങനെ നോക്കരുത്. ഒരു സീറ്റിന്റെ കണക്കല്ല, ഞങ്ങൾ ഇതൊരു മൂവ്മെന്റ് ആയിട്ട് കാണുന്നു. 2020യുടെ കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പ് ഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15.5% വോട്ടാണ് അവർക്ക് കിട്ടിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 11% വോട്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 818 വാർഡുകളിലായി 12% വോട്ട്. ഇങ്ങനെയാണ് 2020യുടെ തെരഞ്ഞെടുപ്പ് ഗ്രാഫ്. എറണാകുളം ജില്ലയിൽ ആകെയോ ജില്ലയ്ക്ക് പുറത്തോ ശക്തി തെളിയിക്കാൻ കഴിയാത്ത പാർട്ടിയാണെങ്കിൽ പോലും 2020ക്ക് അർഹമായ സീറ്റുകൾ നൽകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. എവിടെയാണ് മത്സരിക്കാൻ അവർക്ക് താല്പര്യം കാൻഡിഡേറ്റ്സ്, അതെല്ലാം NDAയിൽ നല്ലൊരു ഓപ്പൺ ചർച്ചയായിരിക്കും. വിന്നബിൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. അവരെ ജയിപ്പിക്കും, അവർ ഞങ്ങളെ ജയിപ്പിക്കും. താൻ ഉയർത്തുന്ന വികസിത കേരള മുദ്രാവാക്യത്തിന് സ്വീകാര്യത ഏറുന്നു എന്ന് വിശദീകരിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ഈ നീക്കത്തിലൂടെ നടത്തുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് പിന്നാലെ തന്നെ CPMന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. 2020യും സാബു ജേക്കബും RSSന്റെ ഏജന്റുമാരാണ് എന്നാണ് CPM ജില്ലാ സെക്രട്ടറി സതീഷിന്റെ പ്രതികരണം.
2020 അണികൾ പോലും ഈ തീരുമാനം അംഗീകരിക്കില്ല. ബിസിനസ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സാബു എം ജേക്കബിന്റെ നീക്കമാണ് NDA പ്രവേശനമെന്നാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം. RSS ഏജന്റായിട്ടാണ് ഈ 2020 പ്രവർത്തിക്കുന്നത്. ആ പ്രദേശത്തിനകത്ത് BJPക്ക് വളരാൻ കഴിയാതെ വരുന്ന പ്രദേശം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പണക്കാരെ കൂട്ടിക്കൊണ്ട് പുതിയ മൂവ്മെന്റ് ഉണ്ടാക്കി BJPക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാൻ കഴിയുമോ എന്നതിന്റെ പരിശ്രമമാണ് നടക്കുന്നത്. അതിന്റെ ടൂളായിരുന്നു ഈ 2020 എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. അപ്പോൾ വർഗീയ കലാപകാരികളോട് RSSനോട് കൂട്ടുകൂടുന്ന ഈ സമീപനത്തെ സംബന്ധിച്ച് കുന്നത്തുനാടിലെയും കേരളത്തിലെയും ജനങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുകയും 2020യെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടെ മറ്റൊരു കൂടുമാറ്റം കൂടി ഇന്നുണ്ടായി. CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായ സുജ ചന്ദ്രബാബു മുസ്ലിം ലീഗിൽ ചേർന്നു. കൊട്ടാരക്കര മുൻ MLA ആയ ഐഷ പൊറ്റി കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് സുജയുടെയും ഈ പാർട്ടി മാറ്റം. 3 തവണ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു സുജ ചന്ദ്രബാബു. തെക്കൻ കേരളത്തിൽ ഒരു പുതിയ പ്രതിഭാസം ഉണ്ടാകുന്നുവെന്നാണ് അംഗത്വം നൽകിക്കൊണ്ട് സാദിഖലി തങ്ങൾ പറഞ്ഞത്. സജീവമായ ഇടതുപക്ഷ സഹയാത്രികയായിരുന്നു. പക്ഷെ അവരിപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് തെക്കൻ കേരളത്തിൽ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. മുസ്ലിം ലീഗിലേക്ക് ആളുകൾ കൂടുതലായി കടന്നു വന്നിരിക്കുക. അത് മറ്റൊന്നും കൊണ്ടല്ല, മുസ്ലിം ലീഗിൻ്റെ സാമൂഹ്യ സാമർത്ഥ്യത്വം, അത് സാമുദായിക സൗഹാർദ്ദം, മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അവർ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത്. മാത്രമല്ല കേരളത്തിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം ഉണ്ടാകണം, അധികാരം ഇവിടെ മാറേണ്ടതുണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു വലിയ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇവിടെ വന്നിട്ടുള്ളത്. അവരെ ഹാർദവമായിട്ട് അവരൊക്കെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്നത് ഇന്നും ഒരു പ്രഹേളികയാണ്. സമയാസമയങ്ങളിൽ നിലപാടുകൾ മാറും, രാഷ്ട്രീയ ശരികൾ മാറും. ഇതൊക്കെ കണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കേണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ആയുധങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നതേയുള്ളൂ. ഞെട്ടിപ്പിക്കുന്ന കൂടുമാറ്റങ്ങളൊക്കെ ഇനിയും വന്നേക്കാം. അപ്പോൾ എല്ലാം വന്ന ശേഷം നമുക്ക് ഒരുമിച്ച് ഞെട്ടാം.